നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട രൂപീകരിച്ചത് 1982 നവംബർ 11. പത്തനംതിട്ടയുടെ വാസ്തുശില്പി KK നായർ. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. പത്തനംതിട്ടയുടെ പരമ്പരാഗത കലാരൂപം പടയണി. പത്തനംതിട്ടയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. ശബരിമല തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് റാന്നി. ശബരിമല മകരവിളക്ക് അറിയപ്പെടുന്നത് ദക്ഷിണ കുംഭമേള. ക്ലീൻ ശബരിമല പദ്ധതിയുടെ പേര് പുണ്യം പൂങ്കാവനം. ശബരിമലയിലെ ബ്രാൻഡഡ് കുപ്പിവെള്ള പദ്ധതിയുടെ പേര് ശബരി തീർത്ഥം. പത്തനംതിട്ടയിലെ കാട്ടാന പരിശീലന കേന്ദ്രം കോന്നി. അടവി ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. പത്തനംതിട്ടയിലെ കൃത്രിമ തടാകം കക്കി റിസർവോയർ. ഏഷ്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ ക്രൈസ്തവ സമ്മേളനം മാരാമൺ കൺവെൻഷൻ. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട. ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിൽ. ആറന്മുള വള്ളംകളിയുടെ മറ്റൊരു പേര് ഉത്രട്ടാതി വള്ളംകളി. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല പത്തനംതിട്ട. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കക്കാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദി പമ്പ, 176 കിലോമീറ്റർ. പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. മധ്യ തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പ. AD 52 സെൻറ്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം നിരണം. നിരണം കവികളായ മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപണിക്കർ എന്നിവരുടെ ജന്മദേശം പത്തനംതിട്ട. ഇന്ത്യയിൽ 0 ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട. ജനസംഖ്യാ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല പത്തനംതിട്ട. പത്തനംതിട്ടയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല പത്തനംതിട്ട, പമ്പ നദീതീരത്ത്. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി. സംഘടിപ്പിക്കുന്നത് മാർത്തോമ ചർച്ച്. മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്ന വർഷം 1895. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽപ്പുഴ, പമ്പ നദീതീരത്ത്. ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ച്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ഓർമ്മപ്പെരുന്നാൾ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്രിസ്തീയ ദേവാലയം മാർ ഗ്രിഗോറിയസ് ദേവാലയം. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം ഏത് നദീതീരത്താണ്? അച്ചൻ കോവിലാർ. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. ഇന്ത്യയിൽ സീസണൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രം ശബരിമല. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി.
വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലം മണ്ണടി. ദക്ഷിണ ഭഗീരഥി, ബാരിസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി പമ്പ. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുംതിട്ട. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ് മഞ്ചാടി. മധ്യ തിരുവിതാംകൂറിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് TK റോഡ്, തിരുവല്ല കുമ്പഴ റോഡ്. വർഷം മുഴുവൻ പൂത്തുനിൽക്കുന്ന കണിക്കൊന്നയുള്ള പത്തനംതിട്ടയിലെ പുരാതന ക്ഷേത്രം ആനിക്കാട്ടിലമ്മ ക്ഷേത്രം. ആനക്കൂട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോന്നി. സ്ഥാപിതമായത് 1942. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച മരം കമ്പകം. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഐതിഹ്യമാല. പോർച്ചുഗലിന് ഇന്ത്യയുടെ സമ്മാനമായി കോന്നി ആനക്കൂട്ടിൽ നിന്നും നൽകിയ ആന സംയുക്ത. ഗവി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല പത്തനംതിട്ട. ആനയുടെ മുഴുവൻ അസ്ഥിയും, അതായത് 288 പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം, കോന്നി. കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം തിരുവല്ല. ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ്, തിരുവല്ല. മന്നം ഷുഗർ മില്ലിൻ്റെ ആസ്ഥാനം പന്തളം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം മണ്ണടി. മഹാത്മാ ഖാദി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇലന്തൂർ. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് മഹാത്മാ ഖാദി ആശ്രമം സ്ഥാപിച്ചത് TP ഗോപാലപിള്ള 1941. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിന് T ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി 1 പൈസ നിക്ഷേപം. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. ആചാര്യ ചൂഡാമണി രചിച്ച ശക്തിഭദ്രൻ്റെ ജന്മസ്ഥലം കൊടുമൺ. ഗുരു നിത്യചൈതന്യയതിയുടെ ജന്മസ്ഥലം വാകയാർ. മാരാമൺ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോഴഞ്ചേരി. ഏതെല്ലാം ജില്ലകൾ വിഭജിച്ചാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്? കൊല്ലം, ആലപ്പുഴ. പത്തനംതിട്ടയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പൂന്തേനരുവി. ഭൗമശാസ്ത്ര സൂചികയുടെ ബൗദ്ധികാവകാശ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ ഉൽപ്പന്നം ആറന്മുള കണ്ണാടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമം കുന്നന്താനം. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട. പ്രാചീന കാലത്ത് പത്തനംതിട്ട ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരണം നടത്തിയ രാജവംശം പന്തളം രാജവംശം. റിസർവ് വനം, വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല പത്തനംതിട്ട. പത്തനംതിട്ടയുടെ ശില്പി എന്നറിയപ്പെടുന്നത് KK നായർ. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ഇരവിപ്പേരൂരിൽ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല. C. കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വർഷം 1935. വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ശബരിഗിരി, മണിയാർ, കക്കാട്, മൂഴിയാർ. പത്തനംതിട്ടയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മണിമലയാർ, പമ്പയാർ, അച്ചൻകോവിലാർ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത് തിരുവല്ല താലൂക്കിൽ. സമുദ്രതീരമില്ലാത്ത മലയോര ജില്ല പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ കടലാസ് വ്യവസായശാല ആരംഭിച്ചത് പുനലൂർ. കേരളത്തിലെ ഒരേയൊരു തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് പുനലൂർ. കല്ലടയാറിന് കുറുകെ 1877 നിർമ്മിക്കപ്പെട്ടത്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂർ.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.